ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, സ്ലീഹാ കാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ കാലത്തിൻ്റെ ചൈതന്യമായി സഭ വിചിന്തനം ചെയ്യുന്നത് ഉത്ഥാനാനന്തരമുള്ള സ്ലീഹന്മാരുടെ പ്രവർത്തനവും സഭയുടെ ആരംഭവും വളർച്ചയുമാണല്ലോ. സ്ലീഹാ കാലത്തിലെ ഓരോ ആഴ്ചയിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണ് സഭ നൽകിയിരിക്കുന്നത്. സ്ലീഹന്മാരുടെ തിരഞ്ഞെടുപ്പും ദൗത്യ നിർവഹണവും ദൗത്യമേൽപ്പിക്കലും വിവിധ അധികാരങ്ങളും കൃപകളും നൽകുന്നതും ഒക്കെ നാം കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി നിത്യജീവന്റെ വചനങ്ങൾ മിശിഹായാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ശിഷ്യന്മാരോട് സുവിശേഷ പ്രഘോഷണത്തിൽ ഉണ്ടാകാനുള്ള ലോകത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആഴ്ചത്തെ ധ്യാന വിഷയം സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ നന്മകൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ വെറുക്കപ്പെടാം, തെറ്റുകാരായി ചിത്രീകരിക്കപ്പെടാം, പീഡനങ്ങൾ ഏൽക്കപ്പെടാം, കാരണം കൂടാതെ വെറുക്കപ്പെടാം. ഇതെല്ലാം മിശിഹായോട് അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള ദൈവവിളികളാണെന്ന് തിരിച്ചറിയാം. നാം എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നവരാകാം. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് നന്മ ചെയ്യുന്നതാണ്. ആ നന്മ പകർന്നു കിടുമ്പോൾ നന്മ ചെയ്തിട്ടും തെറ്റിദ്ധരിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നാം മനസ്സിലാക്കപ്പെടുന്നില്ലെങ്കിൽ നിരാശരാകേണ്ട. നമ്മുടെ ഈശോ അവൻ്റെ ഭാഗമായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുകയും വേദനിക്കുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും മരിക്കുകയും ചെയ്തവനാണ്. നമ്മുടെ ഉയർപ്പ് മിശിഹായിലാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കാം. നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും നല്ലത് പ്രവർത്തികൾ പങ്കുവയ്ക്കുവാനും ലോകത്തിൽ സമാധാനവും സന്തോഷവും വ്യാപരിക്കുവാനും നമ്മുടെ പ്രവർത്തികളും ചിന്തകളും ഇടയാകട്ടെ. നാം ആയിരിക്കുന്ന മേഖലകളിൽ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ, നന്മ പകർന്നു കൊടുക്കുവാൻ പരിശ്രമിക്കാം. ആമേൻ.